അസ്സലാമലൈക്കും. ഇന്നങ്ങട്ടാ പോണെന്ന് വിചാരിച്ചാല് ഞാൻ ഇവിടെ വന്ന് പെട്ടാണ്. അപ്പൊ ഓള് എനിക്ക് എണ്ണടിച്ചാൻ പോകാണ്ട് മറ്റോക്ക് ഇറച്ചി വാങ്ങാൻ പോകാണ്ട്. അപ്പൊ നമ്മളൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു. നല്ല ജാതിയൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ഓളെ പെരിയ പോയിട്ട് ബീഫൊക്കെ വാങ്ങിയിട്ട് ബീഫിന്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാവും. ഞാൻ പോകാൻ നിൽക്കേനി, അപ്പോഴാണ് ഓള് വന്നത്. അവർ രണ്ടാള് എണ്ണടിച്ചാണ്. എന്റെ എണ്ണ മിന്നോണ്ട് നിക്കാണ്, ഒന്നുമില്ല. അത് മിന്നി കളിച്ചാണ്. ഞാൻ അത്തോളം അറിയില്ല. അത് ഞാൻ പിന്നെ എന്റെ ഒപ്പം വരുന്നത്. അപ്പൊ ഇനി നേരെ 10 മണിയായി. ഇനി നമ്മള് അങ്ങനെ പോവല്ലേ? ആ നോക്കി വെച്ചോ. ആ വലിയ കുട്ടി പോവാ. എന്താ വെയിലില്ലേ? ഇതങ്ങിക്കോ. ഇവിടെ ഭയങ്കര റേസിങ്. ഓളെ ഇനിയും മുന്നില്, ഞാനിനിയും മുന്നില്. ഞാൻ ആദ്യം ഇതാക്കില്ല. പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ആളാകോള അന്റെ പെരുങ്ങാണ്ട്. ആ അപ്പൊ പറഞ്ഞു പെരിയിലെത്തിച്ച സൗകര്യം ഉണ്ടാവില്ല, അമ്മച്ചി നമുക്ക് മുന്നിച്ചാടിയാലോ. അതിലാന്നാ നോക്കാറ്. ഇവിടെ എത്തിയപ്പോഴാ നോക്കിയത്. ഞാൻ എണ്ണടിച്ചപ്പോഴാണ് ഒരു കൂട്ടില്ല. പൈസയും പോണൊക്കെ ഉണ്ട് എടുത്ത. അപ്പൊ ഞാൻ ഇത് ഇവിടെ കേൾക്കണം. ഇത് പോണില്ല. 500 രൂപ പിടിച്ചോ. ഞങ്ങൾക്ക് പച്ചക്കറി വാങ്ങണേ. അത് ചെരുപ്പൊക്കെ പോയടി. അടുത്തെടുത്താ വരുമ്പോ കൊണ്ടായി തരാം അങ്ങോട്ട്. ജിമ്മിന്റെ അവിടെ കേട്ടോ. ഉപ്പടെ കൊലത്തേക്ക് നിക്കണേ. ഞങ്ങള് പോയിക്കോളി. അങ്ങടിച്ച് നേരെ പോയിക്കോട്ടോ. ഞങ്ങള് പോയിങ്ങാണ്ട് ഇറച്ചിയും രസം പച്ചക്കറിയൊക്കെ വാങ്ങി. അപ്പൊ ഇറച്ചിക്കടയില് തിരക്കൊന്നുമില്ല. ഞാൻ പോയി വാങ്ങി നോക്കട്ടെ. കുട്ടി നീച്ചുമ്പോത്തിന് എത്തണടാ. മമ്മയുടെ മിറ്റടിച്ചു വരാണ്. ഇപ്പച്ചി കടന്നുറങ്ങാണ്. ഇപ്പൊ തന്നെ പച്ചക്കറി ഉണ്ട്. അവിടെ എങ്ങനെ നോക്കട്ടെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് തന്നെ ഇമ്മാക്ക് പെരിക്ക് വിളിച്ചപ്പോ പച്ചക്കറിയോ ഇറച്ചി എന്തെങ്കിലും വേണോ ചോദിച്ചപ്പോ ഇവിടെ വേണ്ട, ലേസം കോഴി ഉണ്ട് നേരത്തെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇറച്ചി വേണ്ട, പച്ചക്കറി വേണ്ട. ഏതായാലും നമ്മള് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ അങ്ങോട്ടും വാങ്ങല് നടക്കുള്ളൂ. ഞങ്ങൾ പച്ചക്കറി ഒക്കെ പോയാലോ? അവിടെ പോയക്കടാ കടയില്ല. അവിടെ കാണുന്ന കട കുളത്തേക്ക് ചാടാനോ? ആ പോയോ. അവിടെ അടുത്തത് കടയിൽ വാങ്ങാൻ വിചാരിച്ച് വന്നപ്പോൾ ലാസ്റ്റ് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ പച്ചക്കറി ഉണ്ട്. അത് കൂടിട്ടാലോ? പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞ് പിന്നെ കേറിയത് ഇവർക്ക് ഐസാണോ സിപ്പപ്പ് ആണോ എന്നൊക്കെ പറഞ്ഞ് കേറിയതാണ്. പിന്നെ വെള്ളം കഴിക്കുന്ന ടാങ്ക് പൊടി എവിടെയെന്ന് തപ്പി നടക്കുക. ഇപ്പഴത്തെ സൂപ്പർ മാർക്കറ്റിനെ നമുക്ക് അറിയും. അവിടെ തിരഞ്ഞിട്ട് കാണില്ല. സാധനമൊക്കെ വാങ്ങി വന്നില്ലേ. പിന്നെ നമ്മൾ ഇറച്ചിക്കടയിൽ തന്നെ വന്നിക്കുക. കാരണം എന്താ വെച്ചാല് പൂള കിട്ടിയിരിക്കണം. അപ്പൊ ഇപ്പത്തെ 1 കിലോനൊന്നും ഇറച്ചി ബീഫ് തീരല്ല. അപ്പൊ നമുക്ക് ലേശം പലവക വാങ്ങിയാല് ഇറച്ചിയും പൂളിയിലിട്ട് മിക്സ് ചെയ്തങ്ങാണ്ട് പൂള കൂട്ടാൻ വെക്കാം. അപ്പൊ ബീഫ് എന്താ എനിക്ക് അറിയാം. അതൊക്കെ കപ്പ ബിരിയാണി അത് വെക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇറച്ചിക്കടയിൽ വരുന്ന വൈക്ക് കറങ്ങിയിട്ടും പേരും വില. എടാ വേഗം പോകുക. അത് അവിടെ കൊളത്തിക്ക ഉണ്ണിക്കുട്ടി കറിയുണ്ടല്ലോ അമ്മമ്മ എടുത്തേക്കുക. ആ ഈ ചാവി കറക്കി കറക്കി അപ്പുറത്തെ തോട് പാടത്തേക്കണ്ട് ഇട്ടോ. അതിന് നേരല്ല ഉണ്ണിക്കുട്ടി നീച്ചിക്കണേ. അങ്ങനെ കുട്ടി കരയാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ കയറാറിഞ്ഞോളൂ. ഇവിടെ ജിമ്മിന്റെ പരിപാടി സാധനങ്ങളൊക്കെ ഇറക്കിക്കണം. അപ്പൊ കാണാൻ വന്നിട്ടില്ല. അപ്പൊ കുട്ടി കരയാന്ന് പറഞ്ഞിട്ടും ആള് വണ്ടിമ്മ കയറാതെ തെറ്റി പോവുകയും. എടാ നമുക്ക് പിന്നെ വരാ ഒഴിഞ്ഞൊരീസേ. ഇതുട്ടിയേ വെയിലത്തായോണ്ട് ഒരു ഒറ്റ മനസ്സല്ല ഇവിടെ. അതെങ്ങനെ സംഭവം? ഇവിടെ ചവിട്ടണോ? ഇവിടെ ചവിട്ടാ സ്ഥലം? ആ ആ എന്നിട്ടോ ശരിയാ. മറ്റോന്ന് ആ ഇത് പൊന്തിച്ച അനക്കൊന്നും വെക്കൂലടാ. അത് എന്റെ എല്ലാ തടി പോവട്ടോ. ആ ഇത് തണലത്താണെങ്കിൽ എല്ലാരും വന്ന് ചെയ്തീനി.
അടോക്ക് ഓന് ഓ കടക്കേക്കാരം കടക്കാണത് അമ്മ കടക്കാൻ പറ്റൂലടാ. ഇങ്ങനെ കറക്കണം നമ്മ പിടിച്ചിട്ട്. അങ്ങനെയല്ല, നമ്മ പിടിച്ച് കറക്കണം. എടാ പോകല്ലേ? ആ അന്നേക്കാരം പൊള്ളു ഇടാ അതൊക്കെ. അങ്ങനെയൊന്നും കാട്ടാൻ വേണ്ട, അങ്ങ് പോയി. അത് സാധാ ഇരുന്നാടാലോ ഊഞ്ഞാല്. അതെന്താണാവോ വീക്കും പോര്. അതൊന്നല്ല, ഞാൻ പോകും. നിങ്ങൾ രണ്ടാളും ഇടന്നോട്ടോ. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇറങ്ങിയാ മതി. വാ വണ്ടി എടുക്കട്ടെ അല്ലേ. അതെ ഇവിടെ ഒന്നും ശരിയാവൂല, ഓല് ഇന്ന് കേറൂല. അവിടുന്ന് പിടിച്ചോലെ ഇനി. സംബന്ധിക്കും അഭിമാനത്തോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് വള്ളിക്കാട്. അപ്പൊ നമ്മള് പാഞ്ഞു വന്നപ്പോ കുട്ടി നല്ല കരച്ചില് വിമാനം മടിയിൽ വന്നിട്ട് കൗലാൻ തുടങ്ങില്ലേ. മറ്റോ ഞങ്ങൾ നല്ല പണിയെടുത്തിട്ടുണ്ട്. കൊടുന്ന പച്ചക്കറിയൊക്കെ എടുത്ത് വെക്ക്. നല്ല പൂളെ ഇതാ പെടുത്തക്കറി ഇതൊടുത്ത ചാണി പച്ചക്കറിയൊക്കെ ചെറുള്ളൊക്കെ മേലെ തീക്ക് എടുത്തേക്ക്. പൂളൊട്ടിക്കണേ ഇറച്ചിണ്ട് നന്നാക്കാൻ അവിടെ. പലവക അവിടെ കുക്കർ പൊട്ടും ചെയ്തിട്ട്. പൂള കൂട്ടാൻ വേണ്ടേ? നമുക്ക് ഇഷ്ടം പൂള കൂട്ടാനൊക്കെ നമ്മൾ റെഡിയാക്കി കുട്ടീനെ കുളിപ്പിച്ച് ഓനെ ഞാൻ പുറത്തി വന്നപ്പോ നമ്മൾ പൂള കൂട്ടാൻ റെഡി ആയിട്ടോ. കുറേ ആയി വർഷം മുകളിൽ വന്നിട്ട്. ഞാൻ പ്രഗ്നന്റ് ആയ ടൈമിൽ എനിക്ക് തന്നെ പറ്റുള്ളൂ. ഇനി പൂള കൂട്ടാന് പൂള വെറും പൂള 4 മാസത്തോളം സദ്യം കഴിഞ്ഞപ്പോ ഈ പൂള കൂട്ടാൻ വേണം പറഞ്ഞാൽ തിന്നൊന്നുമില്ല. അത് നുള്ളി 2 സ്പൂണ് തിന്നെങ്കിൽ തിന്നു. അതേ എൻ്റെ ഭക്ഷണം. അപ്പൊ നമ്മള് എല്ലാരും കഴിച്ചോണ്ടിരിക്കണം. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഒന്നും നോക്കിയിട്ടില്ലല്ലേ? പറ്റണ്ടേ? നല്ല കട്ടൻ ചായയും കൂടി തിന്നട്ടെ. അപ്പൊ വിലൊക്കെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി തരാണ്. എന്താ നിങ്ങൾ പറയുന്നേ? എന്താ പറഞ്ഞോണ്ട് വിലന്റെ കാര്യം പറയല്ലേ? സാധനത്തിനൊക്കെ പെരും വിലയാണല്ലേ? നിങ്ങക്ക് പൂളക്കൂട്ട ഇറക്കട്ടെ? പൂളക്കൂട്ട പറ്റൂലെന്ന് അറിഞ്ഞോണ്ട് നേരത്തെ കാലത്ത് അസാറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോത്തിന് അസാറപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചേന്, പക്ഷെ നടന്നില്ല. ഇതെപ്പോഴുണ്ട് കണ്ണാടി നമുക്ക്. അവിടെ എന്താ ഇവിടെ അല്ല കണ്ണാടി. ഇത് കാണൂല. ഇവിടെ വാർന്ന് ഇതിലായാലും നല്ല സെറ്റപ്പ് കണ്ണാടി വെക്കണം അവിടെ. പോകാൻ നിക്കണില്ലേ? ഈ നേരത്തെ പണിയല്ല സുഖം. 5 മണി മുതല് 7 മണി വരെ 2 മണിക്കൂർ ഡ്യൂട്ടി. പിന്നെ രാവിലെ 11 മണി. ലൈറ്റും കാര്യം കെട്ടാലേ പണി. ലൈറ്റ് കണ്ണാണ് എന്നിട്ട് കുറച്ചൊക്കെ